നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കേഴ്സർ ഉപയോഗിച്ചും ചാറ്റ് GPT ഉപയോഗിച്ചും അതേപോലത്തെ VS കോഡിന്റെ ക്ലോൺസുകൾ ഉപയോഗിച്ചും കോഡ് ചെയ്യുന്നത്. അപ്പോൾ എത്ര പേർക്കറിയാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്? ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടോക്കൺ പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഒറ്റ ജോലിയെ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളൊരു ലെങ്ത് ഓഫ് ഒരു സെന്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത വേർഡ് പ്രഡിക്റ്റ് ചെയ്യലാണ് അതിന്റെ മെയിൻ പർപ്പസ്. ഇതിൽ നിന്ന് നമ്മളെങ്ങനെയാണ് ചാറ്റ് GPT പോലെയുള്ള ഒരു കോൺവെർസേഷണൽ ഇതിലേക്ക് മാറുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റിന്റെ മേലെ ഈ ബേസ് മോഡലിനെ ഫൈൻ ട്യൂൺ ചെയ്യും. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് യൂഷ്വലി ചെയ്യുക എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരു റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വെച്ചിട്ട് ഇതിനെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക, എന്താണ് തെറ്റ്, ഇങ്ങനെ റെസ്പോൺസ് ചെയ്യണം, ഇങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ളൊരു സാധനത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതിൽ നിന്നും കടന്ന് ഇപ്പൊ വരുന്ന ഏജന്റിക് മോഡലായ ജെമിനി, GPT-4o, അതുപോലെ O3 മോഡൽസ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു ഫംഗ്ഷൻ കോളിംഗ് ഡാറ്റാ സെറ്റും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യും. ഫംഗ്ഷൻ കോളിംഗ് ഡാറ്റാ സെറ്റ് ആക്ച്വലി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ സാധാരണ പണ്ട് നമ്മൾ GPT 3.5 പോലെ തന്നെ ടെക്സ്റ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നെങ്കിലും ഈ ടെക്സ്റ്റിനെ അതിന്റെ STK ആയാലും അതേപോലെ VS കോഡിന്റെ ഒരു ക്ലോൺ ആയാലും ഒരു ഫ്ലേവർ ആയാലും ഇത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഇതിന്റെ പണി ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ വെറും ടെക്സ്റ്റ് മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ.